വചനമൊഴി മെയ് 6. വചനഭാഗം 1 തെസ്സലോനി 5:12-22, മർക്കോസിന്റെ സുവിശേഷം 4:13-20. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈശോ അവരോട് ചോദിച്ചു, ഈ ഉപമ നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ? എങ്കിൽ ഉപമകളെല്ലാം നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കും? വിതക്കാരൻ വചനം വിതയ്ക്കുന്നു. വഴിയരികിൽ വിതയ്ക്കപ്പെട്ട വിത്ത് ഇവരാണ്. വചനം ശ്രവിക്കുമ്പോൾ തന്നെ സാത്താൻ വന്ന് അവരിൽ വിതയ്ക്കപ്പെട്ട വചനം നീക്കം ചെയ്യുന്നു. പാറപ്പുറത്ത് വിതയ്ക്കപ്പെട്ട വിത്ത് ഇവരാണ്. അവർ വചനം കേൾക്കുമ്പോൾ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു. വേരില്ലാത്തതിനാൽ അവ അല്പസമയത്തേക്ക് മാത്രം നിലനിൽക്കുന്നു. വചനത്തെ പ്രതി ക്ലേശവും പീഡയും ഉണ്ടാകുമ്പോൾ ഉടനെ അവർ വീണുപോകുന്നു. മുൾച്ചെടികൾക്കിടയിൽ വിതയ്ക്കപ്പെട്ടവരാണ് മറ്റുള്ളവർ. അവർ വചനം ശ്രവിക്കുന്നു, എന്നാൽ ലൗകിക വ്യഗ്രതയും സമ്പത്തിന്റെ വശീകരണവും മറ്റുള്ളവയ്ക്ക് വേണ്ടിയുള്ള ആസക്തിയും അവരിൽ കടന്നുകൂടി വചനത്തെ ഞെരുക്കുകയും അത് ഫലശൂന്യമാക്കുകയും ചെയ്യുന്നു. നല്ല മണ്ണിൽ വിതയ്ക്കപ്പെട്ട വിത്താകട്ടെ വചനം ശ്രവിക്കുകയും സ്വീകരിക്കുകയും 30 മേനിയും 60 മേനിയും 100 മേനിയും ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യുന്നവരാണ്. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈശോ ശിഷ്യത്വത്തെക്കുറിച്ചും ദൈവവചനത്തെക്കുറിച്ചുമൊക്കെ പ്രധാനമായും പഠിപ്പിച്ചത് ഉപമകളിലൂടെയാണ്. ഉപമകൾ എപ്രകാരം മനസ്സിലാക്കണം എന്നതാണ് ഇന്ന് ഒരു ഉപമ വ്യാഖ്യാനിച്ചു തന്നുകൊണ്ട് ഈശോ നമ്മെ പഠിപ്പിക്കുന്നത്. ഈശോ വിതക്കാരൻ്റെ ഉപമ ശിഷ്യന്മാരോട് പറഞ്ഞു. ശിഷ്യന്മാർക്ക് ആ ഉപമയുടെ അർത്ഥം ഗ്രഹിക്കുവാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഈശോ തന്നെ ആ ഉപമ വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്. വിതയ്ക്കപ്പെട്ട വിത്ത് ദൈവവചനമാണ്. എല്ലായിടങ്ങളിലും ഒരേ വിത്ത് തന്നെയാണ് വിതയ്ക്കപ്പെടുന്നത്. ദൈവവചനം എല്ലാവർക്കും എല്ലായിടത്തും ഒരുപോലെ നൽകപ്പെടുന്നു. ദൈവവചനത്തെ സ്വീകരിക്കുന്ന മനോഭാവവും ദൈവവചനത്തോടുള്ള പ്രത്യുത്തരവുമാണ് ഫലം നൽകുകയോ നൽകാതിരിക്കുകയോ ചെയ്യുന്നതും ഫലം നൽകുന്നതിൽ വ്യത്യസ്തത ഉളവാക്കുന്നതും. നല്ല നിലം വിത്തിനു വേണ്ടി ഒരുക്കുന്നത് പോലെ ദൈവവചനം സ്വീകരിക്കുവാൻ വേണ്ടി ഓരോ നിലങ്ങളും നല്ലതുപോലെ ഒരുക്കണം. ദൈവവചനം സ്വീകരിക്കുന്നവരുടെ മനസ്സാണ് ഈ നിലങ്ങൾ. സ്വീകരിക്കുന്നവരായ നമുക്കും അതോടൊപ്പം തന്നെ നാം പരിശീലനം നൽകുന്ന, നാം രൂപപ്പെടുത്തിയെടുക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവവചനം സ്വീകരിക്കുന്നതിന് ഏറ്റവും ഉത്തമമായ നിലങ്ങളായി രൂപപ്പെടുവാൻ അവർക്ക് പരിശീലനം നൽകി അവരെ വളർത്തണം. പുതിയ തലമുറ ദൈവവചനത്തെ സ്വീകരിക്കുന്നതിന് യോഗ്യമാകുന്ന വിധത്തിൽ അവരെ വളർത്തിയെടുക്കുക എന്നത് കടന്നുപോകുന്ന തലമുറയുടെ കടമയാണ്, ഉത്തരവാദിത്തമാണ്. ഇന്ന് പല വിധത്തിൽ ദൈവവചനത്തെ അകറ്റുന്ന തിന്മയുടെ ശക്തികളുണ്ട്. സമൂഹത്തിൽ പല വിധത്തിലുള്ള പ്രലോഭനങ്ങളും പ്രതികൂല സാഹചര്യങ്ങളുമുണ്ട്. ആഴമായ വിശ്വാസ പാരമ്പര്യം കൈമാറാതെ, വിശ്വാസ ദൃഢതയില്ലാതെ വളർന്നു വരുന്ന പശ്ചാത്തലമുണ്ട്. പല വിധത്തിലുള്ള തിന്മയുടെ ശക്തികൾ ദൈവവചനത്തിനെതിരെ പ്രവർത്തിക്കുന്ന, ദൈവവചനത്തെ നശിപ്പിക്കുവാൻ പരിശ്രമിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ദൈവവചനം സ്വീകരിക്കുന്നതിന്, ദൈവവചനത്തെ നശിപ്പിക്കുവാൻ വരുന്ന സാഹചര്യങ്ങളെ, തിന്മയുടെ ശക്തികളെ, പ്രതികൂല സാഹചര്യങ്ങളെ കണ്ടെത്തി അവയെ അകറ്റി നിർത്തുന്നതിനും ദൈവവചനം ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കി ധാരാളം നല്ല ഫലങ്ങൾ നൽകുന്നവരായി മാറുന്നതിനും നമുക്ക് സാധിക്കണം. അതിന് ഉതകുന്ന വിധത്തിൽ നാം പരിശീലനം നൽകുന്ന, നാം വളർത്തിയെടുക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പരിശീലനം കൊടുക്കുവാനായിട്ട്
പരിശ്രമിക്കുകയും ചെയ്യണം. അങ്ങനെ നല്ല നിലങ്ങൾ, ദൈവവചനം സ്വീകരിച്ച് ഫലം നൽകുന്ന നല്ല നിലങ്ങളായി മാറുവാനും അതിനുള്ള സാഹചര്യം ഒരുക്കുന്നവരായി മാറുവാനും തിരുവചനം നമ്മെ ക്ഷണിക്കുന്നു. ഈശോ ആഗ്രഹിക്കുന്ന വിധത്തിൽ ദൈവവചനത്തെ സ്വീകരിച്ച് ഫലം നൽകുന്നവരായി മാറുവാൻ നമുക്കും കൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.